പലരും വിചാരിക്കുന്നത് റിട്ടയർമെന്റ് ജീവിതം സുരക്ഷിതമാക്കാൻ വലിയ ശമ്പളം വേണമെന്നാണ്. എന്നാൽ സത്യം അതല്ല. നമ്മൾ എത്ര സമ്പാദിക്കുന്നു എന്നതിലല്ല, മറിച്ച് എത്ര കൃത്യതയോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ തുക വീതം SIP വഴി വർഷങ്ങളോളം മാറ്റിവെച്ചാൽ ഭാവിയിൽ അതൊരു വലിയ സമ്പാദ്യമായി വളരും. ശമ്പളം കൂടുന്നതിനനുസരിച്ച് ഈ നിക്ഷേപം കുറച്ചുകൂടി വർദ്ധിപ്പിച്ചാൽ മതി. ഇനി ഈ വലിയ തുക കയ്യിലെത്തിയാൽ അത് ഒന്നിച്ച് പിൻവലിക്കാതെ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി എല്ലാ മാസവും കൃത്യമായ ഒരു വരുമാനമായി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിൽ മാറ്റിയെടുക്കാം. ചുരുക്കത്തിൽ, ജോലി ചെയ്യുമ്പോൾ പണം സമ്പാദിക്കാൻ SIPയും റിട്ടയർമെന്റിന് ശേഷം ആ പണം മാസം തോറും ശമ്പളം പോലെ കയ്യിൽ കിട്ടാൻ SWPയും ഉപയോഗിക്കാം. സമ്പത്ത് വളർത്താനും അത് കൃത്യമായി അനുഭവിക്കാനുമുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. ഇനി ഇതൊരു ഉദാഹരണത്തിലൂടെ വളരെ ലളിതമായി പറഞ്ഞു തരാം. 28ാമത്തെ വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്ന ഒരാൾ മാസം വെറും 1000 രൂപ വെച്ച് ഒരു SIP നിക്ഷേപം ആരംഭിക്കുന്നു എന്ന് കരുതുക. പക്ഷെ ഇവിടെയുള്ള പ്രധാന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ 1000 രൂപ എപ്പോഴും ഒരേപോലെ മാറ്റിവെക്കാതെ തന്റെ ശമ്പളം കൂടുന്നതിനനുസരിച്ച് ഓരോ വർഷവും നിക്ഷേപ തുകയിൽ വെറും 10% മാത്രം വർധനവ് വരുത്തുന്നു. അതായത് ആദ്യ വർഷം മാസം 1000 രൂപയാണെങ്കിൽ രണ്ടാം വർഷം അത് മാസം 1100 രൂപയാക്കുന്നു. ഈ ഒരു ചെറിയ നിക്ഷേപശീലം തന്റെ 60ാമത്തെ വയസ്സിലെ റിട്ടയർമെന്റ് വരെ അയാൾ കൃത്യമായി തുടർന്നാൽ ഉണ്ടാകാൻ പോകുന്ന മാജിക് എത്രയാണെന്ന് അറിയാമോ? കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന ഈ 1000 രൂപ ഭാവിയിൽ എത്ര വലിയൊരു തുകയായി മാറുമെന്ന് നമുക്ക് നോക്കാം. ഇനി കാണാൻ പോകുന്നത് കോമ്പൗണ്ടിങ്ങിന്റെ യഥാർത്ഥ മാജിക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 28 വയസ്സുകാരൻ ഓരോ വർഷവും 10% തുക വർദ്ധിപ്പിച്ച് 12% വാർഷിക റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഒരു ഫണ്ടിൽ 32 വർഷത്തേക്ക് നിക്ഷേപം തുടരുന്നു. ഈ കാലയളവിൽ തന്റെ കയ്യിൽ നിന്ന് ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറും 24,13,653 രൂപ മാത്രമാണ്. എന്നാൽ 60ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യാൻ നേരം അയാളുടെ അക്കൗണ്ടിൽ ഉണ്ടാകാൻ പോകുന്ന തുക അക്ഷരാർത്ഥത്തിൽ 1 കോടിയിലധികം രൂപയാണ്. കൃത്യമായി പറയുമ്പോൾ 1,05,11,902 രൂപ. ഇതിൽ 80 ലക്ഷത്തിലധികം രൂപയും, അതായത് 80,98,249 രൂപ ലാഭം മാത്രമാണ്. 32 വർഷം കൊണ്ട് 24 ലക്ഷം രൂപ മാത്രം പോക്കറ്റിൽ നിന്നിട്ട ഒരാൾക്ക് റിട്ടയർ ചെയ്യുമ്പോൾ 1 കോടിയിലധികം രൂപയുടെ ഉടമയാകാൻ സാധിക്കുന്നു. ഇതാണ് റെഗുലർ സ്റ്റെപ്പപ്പിന്റെയും കോമ്പൗണ്ടിങ്ങിന്റെയും ശക്തി. ഇനി ഈ 1 കോടി രൂപ വെച്ച് എങ്ങനെയാണ് മാസം തോറും പെൻഷൻ പോലെ വലിയൊരു തുക അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കണക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ രഹസ്യം, നമ്മൾ ആദ്യം നിക്ഷേപിക്കാൻ തുടങ്ങിയ ആ 1000 രൂപയല്ല ഇവിടെ ഹീറോ, മറിച്ച് ഓരോ വർഷം ആ തുക കൃത്യമായി വർദ്ധിപ്പിക്കാൻ കാണിച്ച ആ അച്ചടക്കമാണ്. നമ്മുടെ കരിയറിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ശമ്പള വർധനം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ശമ്പളം കൂടുമ്പോൾ അതിനനുസരിച്ച് SIP തുകയും പടിപടിയായി കൂട്ടിയാൽ അത് നമ്മുടെ മാസ ബഡ്ജറ്റിനെ ഒട്ടും ബാധിക്കില്ല. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കൂടുതൽ തുക സമ്പാദിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. വർഷങ്ങളോളം നിക്ഷേപം ഒരേ തുകയിൽ തന്നെ നിലനിർത്തുന്നതിനേക്കാൾ ഓരോ വർഷവും വരുത്തുന്ന ഈ ചെറിയ വർധനവാണ് റിട്ടയർമെന്റ് കാലത്ത് നമ്മുടെ ബാങ്ക് ബാലൻസ് 1 കോടി കടത്താൻ സഹായിക്കുന്ന യഥാർത്ഥ ഗെയിം ചേഞ്ചർ. ഇനി ആലോചിച്ച് നോക്കൂ, ഓരോ വർഷവും ഈ ഒരു ചെറിയ വർധനവ് നടത്തുന്ന സ്റ്റെപ്പ് SIP രീതി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ 1 കോടി രൂപ എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒന്നുകിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ വളരെ വലിയൊരു തുക വെച്ച് SIP ആരംഭിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇതേ 1000 രൂപ വെച്ച് 1 കോടി തികയ്ക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ കൂടുതൽ വർഷങ്ങൾ നിക്ഷേപം തുടരേണ്ടി വരും. ചുരുക്കത്തിൽ, തുടക്കത്തിൽ വലിയൊരു തുക മാറ്റിവെക്കാൻ ഇല്ലാത്തവർക്കും കുറഞ്ഞ കാലയളവ് കൊണ്ട് വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള ഏറ്റവും വലിയ ആയുധമാണ് സ്റ്റെപ്പ് സ്ട്രാറ്റജി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ടാവും. ഈ പറയുന്ന 12% വാർഷിക റിട്ടേൺ ഒക്കെ പ്രാക്ടിക്കൽ ആണോ, അത് വെറും പേപ്പറിലുള്ള കണക്ക് മാത്രമാണോ എന്ന്? ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ 12% എന്നത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ തന്നെയല്ല. എന്നാൽ കഴിഞ്ഞ കാല ചരിത്രം പരിശോധിക്കുമ്പോൾ നല്ല രീതിയിൽ വൈവിധ്യവൽക്കരിച്ച ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ദീർഘകാലയളവിൽ ഇതേ റിട്ടേണോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലോ റിട്ടേൺ നൽകിയതായിട്ട് കാണാം. ഉദാഹരണത്തിന് ഫ്ലെക്സി ക്യാപ്, മൾട്ടി ക്യാപ്, ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകൾ 15, 20, 25 വർഷത്തെ വലിയ കാലയളവിൽ 12%-ലധികം വാർഷിക റിട്ടേൺ തന്നിട്ടുണ്ട്. മിഡ് ക്യാപ് ഫണ്ടുകളിലേക്ക് നോക്കിയാൽ റിസ്ക് അല്ലെങ്കിൽ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ അല്പം കൂടുതലാണെങ്കിലും ഇതിനേക്കാൾ ഉയർന്ന ലാഭമാണ് അവ പലപ്പോഴും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റിട്ടയർമെന്റ് പോലുള്ള വലിയ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും അനുയോജ്യമാണെന്ന് പറയുന്നത്. കാരണം വിപണിയിൽ ഉണ്ടാകുന്ന താഴ്ചയും വലിപ്പവും മറികടക്കാൻ ആവശ്യമായ സമയം ഇത്തരം നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല.
1 കോടി രൂപയുടെ റിട്ടയർമെന്റ് ഫണ്ട് ഉണ്ടാക്കുക എന്നത് പകുതി ദൂരം മാത്രമാണ്. അടുത്ത വലിയ ചാലഞ്ച് എന്താണെന്ന് അറിയാമോ? റിട്ടയർമെന്റിന് ശേഷം ഈ പണത്തിൽ നിന്ന് എങ്ങനെ കൃത്യമായ മാസ വരുമാനം ഉണ്ടാക്കാം എന്നതാണ്. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ഹീറോ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിന്റെ എൻട്രി എടുക്കുന്നത്. ഈ സിസ്റ്റം വഴി നമ്മൾ ഉണ്ടാക്കി വെച്ച മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ നിന്ന് ഓരോ മാസവും ഒരു നിശ്ചിത തുക വീതം ഓട്ടോമാറ്റിക്കായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാൻ സാധിക്കും. ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ പിൻവലിക്കുന്ന തുക കഴിഞ്ഞ് ബാക്കി കിടക്കുന്ന പണം അവിടെ തന്നെ കിടന്ന് വീണ്ടും വളരുകയും റിട്ടേൺസ് തരികയും ചെയ്യും. സമ്പാദ്യം മുഴുവൻ ഒന്നിച്ച് എടുത്ത് തീർക്കുന്നതിന് പകരം ഇതുപോലെ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ സെറ്റ് ചെയ്താൽ റിട്ടയർമെന്റ് കാലത്ത് സ്വന്തമായ ഒരു പെൻഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ നിക്ഷേപത്തിന്റെ ആയുസ് ഒരുപാട് വർഷത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാനും കഴിയും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ തുക വെച്ച് എങ്ങനെയാണ് ഒരു മാസം കൃത്യം 1 ലക്ഷം രൂപ വീതം പെൻഷൻ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നത് നോക്കാം. റിട്ടയർമെന്റ് സമയത്ത് നിങ്ങളുടെ കയ്യിൽ 1.5 കോടി രൂപയുടെ വലിയ സമ്പാദ്യം ഉണ്ടെന്ന് വിചാരിക്കുക. സുരക്ഷിതത്വത്തിനായി ഈ തുക നമ്മളൊരു മീഡിയം ഡ്യൂറേഷൻ ഡെറ്റ് ഫണ്ടിലോ അതല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടിലോ നിക്ഷേപിക്കുന്നു. ഇതിൽ നിന്ന് വളരെ കുറഞ്ഞ നിരക്കായ 6% വാർഷിക നിരക്ക് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെയാണ് മാജിക്. ഈ ഫണ്ടിൽ നിന്ന് നമ്മൾ മാസം തോറും 1 ലക്ഷം രൂപ വീതം SWP വഴി പിൻവലിക്കാൻ സെറ്റ് ചെയ്താൽ അടുത്ത 12 വർഷത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായി ഈ തുക ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് 12 വർഷം കൊണ്ട് നിങ്ങൾ ആകെ പിൻവലിക്കുന്നത് 1.44 കോടി രൂപയാണ്. ഏറ്റവും രസകരമായ കാര്യം, നിങ്ങൾ പണം പിൻവലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കി കിടക്കുന്ന തുകയ്ക്ക് മേൽ 43.13 ലക്ഷം രൂപ വീണ്ടും ലാഭമായി ആ ഫണ്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടാകും. അങ്ങനെ 12 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിൽ ഏകദേശം 4.13 ലക്ഷം രൂപ ബാക്കിയുണ്ടാവും. അതായത് നിങ്ങളുടെ നിക്ഷേപം അവിടെ കിടന്ന് തനിയെ വളരുന്നത് കൊണ്ട് ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ എല്ലാ മാസവും 1 ലക്ഷം രൂപ വീതം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് റിട്ടയർമെന്റ് കാലത്തെ വെറും 6% റിട്ടേൺ കണക്കാക്കുന്നതെന്ന്. നമ്മൾ റിട്ടയർമെന്റ് കഴിഞ്ഞുള്ള SWP ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എപ്പോഴും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു കണക്ക് കൂട്ടൽ നടത്തുന്നതാണ് എപ്പോഴും ബുദ്ധി. വിപണിയിലെ റിസ്ക് കുറഞ്ഞ ഒട്ടുമിക്ക മീഡിയം ആൻഡ് ലോങ് ഡ്യൂറേഷൻ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾക്കും ഇടക്കാലയളവിൽ ഈ 6%-നടുത്ത് റിട്ടേൺസ് തരാനുള്ള ശേഷിയുണ്ട്. ഓർക്കുക, ഇത് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കൃത്യമായ ഗ്യാരണ്ടി ഇല്ലെങ്കിലും ഈ ഒരു കണക്ക് തികച്ചും പ്രാക്ടിക്കൽ ആണ്. ഇനി അല്പം കൂടി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകളോ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടുകളോ തിരഞ്ഞെടുക്കാം. ഇതിൽ കുറച്ചുകൂടി എക്വിറ്റി എക്സ്പോഷർ ഉള്ളതുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിനേക്കാൾ മികച്ച ലാഭം തരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒപ്പം ചെറിയ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകും. ചുരുക്കത്തിൽ നമ്മുടെ കണക്കുകൂട്ടൽ ഒട്ടും തെറ്റിപ്പോകാതിരിക്കാനും ഏറ്റവും റിയലിസ്റ്റിക് ആയിരിക്കാനും വേണ്ടിയാണ് നമ്മൾ 6% വാർഷിക റിട്ടേൺ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പലരും SIP കുറിച്ചും SWയെ കുറിച്ചും വെവ്വേറെ ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇവ രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് സ്ട്രാറ്റജി ഉണ്ടാകുന്നത്. ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കാലത്ത് കൃത്യമായി നിക്ഷേപിക്കാനും കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയിലൂടെ വലിയൊരു സമ്പാദ്യം കെട്ടിപ്പടുക്കാനും SIP നമ്മളെ സഹായിക്കും. റിട്ടയർമെന്റിന് ശേഷം ആ സമ്പാദ്യത്തെ ബാക്കി തുക അവിടെ തന്നെ കിടന്ന് വളരാൻ അനുവദിച്ചുകൊണ്ട് കൃത്യമായൊരു മാസ വരുമാനമാക്കി മാറ്റാൻ SWP സഹായിക്കും. പണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ നിന്ന് അത് സുരക്ഷിതമായി അനുഭവിച്ചു തുടങ്ങുന്ന ഘട്ടത്തിലേക്ക് വളരെ സ്മൂത്ത് ആയി മാറാൻ ഈ 2 തന്ത്രങ്ങളും നമ്മളെ പ്രാപ്തരാക്കും. അപ്പോൾ വലിയൊരു ശമ്പളം ഇല്ലെങ്കിലും ബുദ്ധിപരമായ ഈ പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്കും ഒരു മികച്ച റിട്ടയർമെന്റ് ജീവിതം പടുത്തുയർത്താം. എന്നാൽ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ കണ്ട കണക്കുകളൊക്കെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. യഥാർത്ഥ റിട്ടേൺസ് എപ്പോഴും വിപണിയുടെ പ്രകടനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുക. നമ്മൾ കണക്കൂട്ടിയ 12% ഇക്വിറ്റി റിട്ടേണും 6% ഡെറ്റ് റിട്ടേണും കേവലം അനുമാനങ്ങൾ മാത്രമാണ്. ഇതിന് ഗ്യാരണ്ടിയില്ല. പ്രത്യേകിച്ച് ചെറിയ കാലയളവിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ വലിയ ഇടിവുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് റിട്ടയർമെന്റ് പ്രായം അടുക്കുമ്പോൾ പണം മുഴുവൻ ഇക്വിറ്റിയിൽ തന്നെ വെക്കാതെ കൂടുതൽ സുരക്ഷിതമായ ഡെറ്റ് ഫണ്ടുകളിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. കൂടാതെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വിലക്കയറ്റവും ജീവിത ചെലവുകളും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മാസം തോറും പിൻവലിക്കേണ്ട SWP തുക നിശ്ചയിക്കാൻ.